55 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അറബിക്കടൽ താണ്ടിയ മനുഷ്യയാണ് ഉമർ ഉസ്താദ്. 1971 ജിദ്ദയിലേക്ക് കപ്പൽ കയറിയ അവിസ്മരണീയമായ നിമിഷങ്ങളെ പൂർവാധീനം ഓർമ്മശക്തിയോടെയാണ് ഉമർ ഉസ്താദ് ഓർത്തെടുക്കുന്നത്. ബോംബെയിലെത്തിയിട്ട് കുറച്ച് ദിവസം അവിടെ താമസിച്ച് മുസാഫർ കുറച്ച് ദിവസം അവിടെ നിന്ന് പിന്നെ രണ്ടാമത് ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കപ്പലിൽ കയറാൻ വേണ്ടി പോയി. അതിൽ പോകുന്നത് കുതിര വണ്ടിയിലാണ്. കുതിര വണ്ടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങി കപ്പലിൽ കയറി. തളിപ്പറമ്പുകാരനാണ് ഉമർ ഉസ്താദ്. 50 വർഷത്തോളം തൃക്കരിപ്പൂരിലെ ഉദിനൂർ മഹലിൽ മുദരിസായി സേവനമനുഷ്ഠിച്ച ദീനി പണ്ഡിതൻ. 25-ാം വയസ്സിൽ കപ്പൽ മുഖേന താൻ അനുഷ്ഠിച്ച ഹജ്ജ് യാത്രാനുഭവങ്ങളുമായി MAC സിവിലൈസേഷണൽ ഡിപ്പാർട്ട്മെന്റിനോട് മനസ്സ് തുറക്കുകയാണ് ഉമർ ഉസ്താദ്. 70കളിലെ സംസ്ഥാന സർക്കാർ മുസ്ലിം മതവിശ്വാസികൾക്ക് സംവിധാനം ചെയ്ത ഹജ്ജ് പാക്കേജിലാണ് ഉമർ ഉസ്താദ് കടൽ യാത്ര തിരിച്ചത്. നാട്ടിൽ നിന്ന് ബോംബെയിലേക്കും അവിടുന്ന് പരിശുദ്ധ മക്കയിലേക്കും. നാട്ടിൽ നിന്ന് കപ്പൽ കുറച്ച് കിട്ടിയിട്ടില്ല, പിന്നെ പറയാൻ പറഞ്ഞ് കിട്ടിയിട്ടില്ല. ബംഗളൂരിലേക്ക് നമ്മൾ ഒരാളുണ്ടായില്ല, അയാളെ കള്ളത്ത് കൊടുത്ത് അയാൾ അവിടെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ പാസ്സായി. താൻ സേവനമനുഷ്ഠിച്ചിരുന്ന ഉദിനൂർ മഹൽ നിവാസിയും സുഹൃത്തുമായ അബൂബക്കറിന്റെ കൂടെയാണ് ഉമർ ഉസ്താദ് യാത്ര പുറപ്പെട്ടത്. ബോംബെ വരെയുള്ള ട്രെയിൻ യാത്രയും അവിടുന്ന് ജിദ്ദ വരെ കപ്പൽ യാത്രയും തുടർന്ന് മുസാഫിർ വാനിലുമായി ഉമർ ഉസ്താദ് തന്റെ ഹജ്ജ് യാത്രയെ ഒരു പൂർണ്ണ ത്യാഗ സമർപ്പണമായി കണ്ടിരുന്നു. ഏക ഇലാഹിന്റെ പ്രീതി ലക്ഷ്യമാക്കി ഇറങ്ങിയ ഉമർ ഉസ്താദ് തന്റെ സഹയാത്രികരോട് സഹവർത്തിക്കുന്നതിൽ അള്ളാഹുവിനെ കണ്ടു. കൂട്ടമായും അല്ലാതെയും അവർ അവരുടെ റബ്ബിനെ സ്മരിച്ചു. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കടൽ യാത്രയിൽ അവരുടെ ഭൗതിക സമ്പാദ്യങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു. പ്രതിഫലമെന്നോണം അള്ളാഹു അവരുടെ മനസ്സിൽ ആത്മീയ അനുഭൂതി പകർന്നു കൊടുത്തു. വിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെ ഓരോ നിമിഷങ്ങളും ആത്മനിർവൃതിയോടെ ഉമർ ഉസ്താദ് ഓർത്തെടുക്കുന്നുണ്ട്. വിശാലമായ ഹറം മസ്ജിദിൽ അള്ളാഹുമായി തനിച്ചിരുന്നതും തലയെടുപ്പുള്ള കഅബ കെട്ടിടത്തെ ചേർത്തു നിർത്തി ഹജറുൽ അസ്വദ് ചുംബിച്ചതും തുടങ്ങി താൻ റബ്ബിലായി മാറിയ ഓരോ നിമിഷങ്ങളും. പള്ളിയിൽ വന്ന് തവാപ്പൽ ചെയ്ത് ചായ ചെയ്ത് പിന്നെ ചായ പിടിച്ച് പള്ളി റൂമുണ്ടല്ലോ, ചായ പിടിക്കും. ചായ പിടിച്ച് അവർ വരെ കഴിക്കുമ്പോൾ ആദ്യം പള്ളിയിൽ തന്നെ പോക്കാം. പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ സംസ്ഥാനത്തിന് വെള്ളം പിടിക്കുന്ന അവിടെ പോകും. നമ്മളെ കുറച്ച് ഇഷ്ടംപോലെ പിടിക്കുക. മുമ്പത്തെ എത്ര മാറ്റം വന്നില്ലേ? മുമ്പത്തെ എത്ര മാറ്റമാണ് ഇപ്പോൾ. അപ്പോൾ ആരും പോയിട്ട് വന്നാൾ കൊണ്ടുവന്നാല് നമുക്ക് ബിൽഡിങ് പള്ളിയുടെ ഉള്ളിൽ മാറ്റമല്ല, ഇങ്ങനെ അവർക്ക് ബന്ധം കൊടുക്കും. ഓർമ്മ കുറേ. ആ കാലത്ത് ഹജ്ജിന് പോയവർക്ക് മുഹറം കഴിഞ്ഞ് മാത്രമേ നാട്ടിലേക്ക് തിരിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഉമർ ഉസ്താദിന് നാട്ടിലേക്കുള്ള മടക്കവും എളുപ്പമായി മാറി. വലിയ ഡമ്മുണ്ട്, ഇങ്ങനെ ബോംബെയിൽ നിന്ന് കൊണ്ടുപോകും. അതിന് മൂടിയുണ്ട്, ആ മൂടി കൈ നോക്കണം. പിന്നെ മൂടി ഉണ്ടാവില്ല. ഇരുപതായിട്ട് കൊണ്ടുവരുമ്പോൾ പിന്നെ ആ മൂടി കൈ തന്നെ വെച്ചിട്ട് അതിൽ പോയിട്ട് വെള്ളം പോയിട്ട് ഇഷ്ടംപോലെ കേട്ടോ, ഇഷ്ടംപോലെ വെള്ളം അതിലെടുക്കണ്ട. വലിയ ഡമ്മിലാണ് അത് പൊടിക്കാനും ഇഷ്ടംപോലെ പൊടിക്കുകയും ചെയ്യാം. ഇപ്പം അങ്ങനത്തെ കണക്കൊന്നുമില്ല. ഒന്നറോ വെള്ളം വേട്ടരാത്ത പേര് വെള്ളം ഇങ്ങനെ പൊന്തി വെക്കുന്നുണ്ടല്ലോ, നമുക്ക് വേണം കോരി തന്നെ പിടിക്കാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ണിറയെ കണ്ട കഅബയെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഉമർ ഉസ്താദിന് ഇന്നത്തെ കഅബ ഷരീഫിനെ കാണുമ്പോഴും ആത്മാനുഭൂതി തെല്ലും ചോർന്നു പോകാതെയാണ് നിൽക്കുന്നത്.